ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. നമുക്ക് റമദാൻ സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചിക്കൻ കട്ട്ലറ്റ് കഴിക്കാൻ. അപ്പോൾ ഇതും നമുക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഇതിലേക്ക് എടുത്തിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയുന്നത്. പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. 6 to 7 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് വേവിച്ചതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു 250 ഗ്രാമിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് 2 പച്ചമുളക് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണ്, 1 കൈപ്പിടി മല്ലിയില അരിഞ്ഞത്. പിന്നെ വേണ്ടത് സവോളയാണ്. അതൊരു 3 ചെറുത് ടു മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് വേവിച്ചതെന്ന് പറയാം. നമുക്ക് കട്ട്ലറ്റിന് വേണ്ട ക്വാണ്ടിറ്റി ഉരുളക്കിഴങ്ങും ചിക്കൻ കറിയിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ കറിയിൽ നല്ലപോലെ കുക്കായതിനു ശേഷം അത് കോരിയെടുത്ത് പിന്നെ നമുക്ക് കട്ട്ലറ്റിന് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇനി ഇത് സെപ്പറേറ്റ് ആണ് കുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഉരുളക്കിഴങ്ങും ചിക്കനും സെപ്പറേറ്റ് മഞ്ഞൾ, കുരുമുളക്, ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ ചിക്കന് നല്ലപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബ്ലെൻഡറിലിട്ട് ചെയ്യുന്ന സമയത്ത് പേസ്റ്റ് ആവാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഉരുളക്കിഴങ്ങും ഇതാ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കണം. കട്ട്ലറ്റിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതും ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാൻ ചൂടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 മീഡിയം സൈസ് സവോളയാണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതും ഇതിലിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവോള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ ഇതിലേക്ക് ചിക്കനോ പൊട്ടാറ്റോയോ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുന്നില്ല. കാരണം നമ്മൾ ചിക്കൻ കറിയിൽ നിന്ന് എടുത്തതുകൊണ്ട് അതിലാദ്യം മസാല ഉണ്ട്. നിങ്ങൾ തനിയാണ് അത് വേവിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചിക്കനും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി കൂടി സവോള കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട്ലറ്റിന് വേണ്ട കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ നല്ലപോലെ കുഴച്ചതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോളാക്കി എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ആക്കി വെക്കാം. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പണി കൂടിയുണ്ട്. ഇത് നമുക്കൊന്ന് മുട്ടയിൽ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ 2 മുട്ട വേണം. അപ്പോൾ മുട്ട നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. അതും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡിപ്പ് ചെയ്ത് ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്ത് ഇനി ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കി നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. ഇവിടെ എല്ലാ കട്ട്ലറ്റും നമ്മൾ നല്ലപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് പരസ്പരം ടച്ച് ചെയ്യാതെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ അട്ടിക്ക് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനതോടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടില്ല, ഡയറക്റ്റ് ഫ്രൈ ചെയ്യണം. ഓയിൽ ചൂടായതിനു ശേഷം ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഇതാ രണ്ട് സൈഡും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.